ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഓക്കെ, ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് കറണ്ട് സിറ്റുവേഷൻ ഓഫ് യു പേഴ്സൺ എന്നുള്ളതാണ്. നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയുടെ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ എന്താണ് എന്നുള്ളതാണ്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, അതുപോലെ ജെൻഡർലെസ് ആണ്, ടൈംലെസ് ആണ്. ഈ വീഡിയോ നിങ്ങൾ എപ്പോൾ കാണുന്നോ ആ ഒരു ടൈമിൽ വാലിഡ് ആയിരിക്കുന്നതാണ്. ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് എല്ലാ പേർക്കും ഒരുപോലെയൊന്നും റെസനേറ്റ് ആവില്ല. നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് മാച്ച് ആവുന്നുണ്ടെങ്കിൽ മാത്രം പോസിറ്റീവായിട്ട് എടുത്താൽ മതി, അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കുക. ഓക്കെ, നിങ്ങൾ ഡീപ്പായിട്ടൊന്ന് മെഡിറ്റേറ്റ് ചെയ്യുക, കോൺസെൻട്രേറ്റ് ചെയ്യുക, പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക. എന്നതിന് ശേഷം വീഡിയോ തുടർന്ന് കാണുക. ഓൾറൈറ്റ്, നമുക്ക് നോക്കാം ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സൻ്റെ സിറ്റുവേഷൻ എന്താണ്. ഓക്കെ, കറണ്ട് സിറ്റുവേഷൻ ഓഫ് യുവർ പേഴ്സൺ. കറണ്ട് സിറ്റുവേഷൻ ഓഫ് യുവർ പേഴ്സൺ, നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയുടെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്താണ്? കറണ്ട് സിറ്റുവേഷൻ ഓഫ് യുവർ പേഴ്സൺ. കറണ്ട് സിറ്റുവേഷൻ, ഒത്തിരി കാര്യങ്ങൾ ഈ ഒരു സമയത്ത് നിങ്ങൾ അറിയാനുള്ളതായിട്ടുണ്ട്. ഓക്കെ, യെസ്, അവർക്ക് ഒരു തീരുമാനം എടുക്കാൻ കഴിയാതെ കൺഫ്യൂസ്ഡ് ആയിട്ട് നിൽക്കുന്ന ഒരു സിറ്റുവേഷനിലാണുള്ളത് എന്നാണ് കാണാൻ കഴിയുന്നത്. ഈ ഒരു റിലേഷൻഷിപ്പ് ആയിരിക്കാം മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ കാര്യമായ രീതിയിലുള്ള തടസ്സങ്ങളുണ്ട്. പക്ഷേ അവർ മറ്റൊരു പാത്തിലൂടെ നിങ്ങളിലേക്ക് എത്തിച്ചേരാനായിട്ടുള്ള ശ്രമങ്ങളിലാണെന്നും കാണുന്നുണ്ട്. ഓക്കെ, ഒരു ടേണിംഗ് പോയിന്റ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഉടൻ തന്നെ സംഭവിക്കുന്നതാണ്. ആൻഡ് ഈ വ്യക്തിക്ക് എന്തോ ചില കാര്യങ്ങൾ നിങ്ങളോട് വെളിപ്പെടുത്താനായിട്ടുണ്ട്. അവർ നിങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്. സോ ഈ ഒരു സമയത്ത് വളരെ അടുത്ത് തന്നെ അവർ നിങ്ങളെ കോൺടാക്റ്റ് ചെയ്യാനുള്ള ഒരു ശ്രമം തുടങ്ങുന്നതായിരിക്കാം. അവർക്ക് നിങ്ങളുമായിട്ട് ഉള്ള ഒരു റിലേഷൻഷിപ്പ് റീസ്റ്റാർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഓൾറെഡി മാരീഡ് ആയിട്ടുള്ള വ്യക്തികൾ സെപ്പറേറ്റഡ് ആണ്, അല്ലെങ്കിൽ ടെമ്പററിലി സെപ്പറേറ്റഡ് ആയിട്ട് നിൽക്കുന്ന വ്യക്തികളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിടയിലും ഒരു റിയൂണിയൻ പോസിബിലിറ്റി ഉണ്ട്. നിങ്ങൾ വേർപിരിഞ്ഞിട്ട് ഏകദേശം ഒരു 4 months ആയിട്ടുണ്ടാവാം. അങ്ങനെയുള്ള വ്യക്തികളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കുള്ള റിയൂണിയൻ്റെ ടൈമാണ് ഇപ്പോഴെന്ന് മനസ്സിലാക്കാം. ആൻഡ് ഈ വ്യക്തിക്ക് നിങ്ങളുടെ സ്ഥാനത്ത് മറ്റൊരാളെ കാണാൻ കഴിയില്ല എന്നുള്ള റിയലൈസേഷൻ ഉണ്ടായിരിക്കുന്നുണ്ട്. അതായത് തേർഡ് പാർട്ടി സിറ്റുവേഷനുള്ള റിലേഷൻഷിപ്പ് ആണെന്നുണ്ടെങ്കിൽ ഈ വ്യക്തി നിങ്ങളെ വിട്ടിട്ട് വേറെ ആർക്കാണോ പ്രയോറിറ്റി കൊടുത്തിട്ടുള്ളത് ആ ഒരു സിറ്റുവേഷനിൽ അവർ നിങ്ങളുടെ വാല്യൂ മനസ്സിലാക്കിയിരിക്കുന്നുണ്ട്. എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കി അവർ തിരിച്ചു വരുന്നുണ്ട്. ഓക്കെ, അവർക്ക് മനസ്സിലാകുന്നുണ്ട് നിങ്ങളാണ് അവരുടെ ലൈഫിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, അല്ലെങ്കിൽ അവർക്ക് പ്രയോറിറ്റി കൊടുക്കേണ്ടതായിട്ടുള്ള വ്യക്തി എന്ന്. ആൻഡ് നിങ്ങളുടെ റിയൽ വാല്യൂ അവർക്ക് മനസ്സിലാവുന്നുണ്ട്. സോ അവർ ആ ഒരു കാര്യം മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് തിരിച്ച് നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നത് എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടതാണ്, എടുത്തു പറയേണ്ടതായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. ഈ വ്യക്തിക്ക് ഈ ഒരു സമയത്ത് ഒരു ഫിനാൻഷ്യൽ ഇഷ്യൂ ഉള്ളതായിട്ട് കാണുന്നുണ്ട്. അവർ അതിൻ്റെ ഒരു സൊല്യൂഷന് വേണ്ടിയിട്ട് ഒരുപാട് ഓടി നടക്കുന്നൊരു സമയമാണ്. അതുപോലെ തന്നെ നിങ്ങൾക്കിടയിൽ തേർഡ് പാർട്ടി ആയിട്ടുള്ള വ്യക്തിയും വളരെ സ്ട്രോങ് ആയിട്ടുള്ള എനർജിയിലാണുള്ളത്. എങ്കിൽ പോലും ഈ വ്യക്തി ഒരു തേർഡ് പാർട്ടിയെ ഒപ്പോസ് ചെയ്തുകൊണ്ട്, അല്ലെങ്കിൽ അതിനെ ബോദർ ചെയ്യാതെ തന്നെ നിങ്ങളിലേക്ക് വരാനുള്ള സാധ്യതയാണ് കാണുന്നത്. ആൻഡ് കാസ്റ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസ് ഉള്ള റിലേഷൻഷിപ്പിലുള്ള വ്യക്തികൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർ ആ ഒരു പ്രോബ്ലം ഒന്നും ഇപ്പോൾ ഇതിന് പ്രയോറിറ്റി കൊടുക്കാതെ തന്നെ നിങ്ങളിലേക്ക് എത്താനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു മൈൻഡ് സെറ്റോട് കൂടിയാണ് ഈ വ്യക്തി നിങ്ങളിലേക്ക് വരുന്നത്. അതായത് ഒരു പവർഫുൾ ആയിട്ടുള്ളൊരു പേഴ്സണായിട്ട് അവർ തിരിച്ചു വരുന്നു എന്നുള്ളതാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. എന്തു തന്നെയായിരുന്നാലും അവരുടെ ഭാഗത്ത് തെറ്റ് സംഭവിച്ചിട്ടുണ്ട്. നിങ്ങൾ പക്ഷേ അതിന് ഒരു ഫർഗീവ്നെസ് കൊടുക്കുക എന്നുള്ളതാണ് ഇപ്പോൾ യൂണിവേഴ്സ് നിങ്ങളെ അറിയിക്കുന്നത്. അവർ നിങ്ങളെ ഉപേക്ഷിച്ച് മറ്റെന്തിലേക്കാണോ പോയത് അവിടെ നിന്നും അവർക്ക് നെഗറ്റീവായിട്ടുള്ള എനർജീസ് അല്ലെങ്കിൽ അനുഭവങ്ങളാണ് ലഭിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് അവർക്ക് നിങ്ങളെ ഫേസ് ചെയ്യാനായിട്ടുള്ള ബുദ്ധിമുട്ടുള്ളതായിട്ടും കാണുന്നു. ആൻഡ് അവരും നിങ്ങളും തമ്മിൽ ഒരുപാട് കാര്യങ്ങളിൽ ഡിഫറൻസസ് ഉണ്ട്. ഫാമിലി സ്റ്റാറ്റസിലായിരുന്നാലും ഫിനാൻഷ്യൽ സ്റ്റാറ്റസിലായിരുന്നാലും ഡിഫറൻസസ് ഉണ്ട്. കുറച്ച് പേർക്ക് ഏജ് ഡിഫറൻസ് ഉള്ളതായിട്ടും കാണുന്നുണ്ട്. നിങ്ങൾ ഈ റിലേഷൻഷിപ്പിൽ ഒരു ബാലൻസ് കൊണ്ടുവരാനായിട്ട് വളരെയധികം ശ്രമിച്ചിട്ടുള്ള വ്യക്തി തന്നെയാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് നിങ്ങൾക്കൊരിക്കലും ഉപേക്ഷിക്കാൻ കഴിയാത്തതാണ്. ഈ വ്യക്തി എന്ത് തെറ്റ് ചെയ്തിരുന്നാലും ക്ഷമിക്കാനുള്ളൊരു മനസ്സ് നിങ്ങൾക്കുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ ഇത് പെട്ടെന്ന് തന്നെ ഹീൽ ആവാനുള്ള സാധ്യത ഏറെയാണ്. ആൻഡ് യെസ്, അവർ
ഡയറക്റ്റായിട്ട് നിങ്ങളെ കോൺടാക്റ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. പക്ഷേ അതിനൊരു ചാനൽ ഇവിടെ കാണുന്നില്ല. അതുകൊണ്ട് തന്നെ മറ്റൊരു പാത്തിലൂടെ അവർ നിങ്ങളെ സമീപിക്കാനുള്ള ചാൻസസ് ഉണ്ട്. നിങ്ങൾക്ക് ഇപ്പോൾ ഹീലിംഗിൻ്റെ ഒരു സമയമാണ്. അതായത് മനസ്സ് സമാധാനപ്പെടേണ്ട അല്ലെങ്കിൽ സാന്ത്വനപ്പെടേണ്ട സമയമാണ്. യൂണിവേഴ്സായിട്ട് തന്നെ ആ ഒരു എനർജി നിങ്ങളിലേക്ക് പാസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു സമയത്ത് നിങ്ങൾ ഓൾറെഡി സ്പിരിച്വൽ വേയിലേക്ക് മൂവ് ചെയ്തിട്ടുണ്ടാവാം. ആ ഒരു സ്പിരിച്വൽ ഹീലിംഗ് നിങ്ങൾക്കിപ്പോൾ ലഭിക്കുന്നുണ്ടാവാം. ആൻഡ് ദെയർ കറണ്ട് എനർജിയസ്, നിങ്ങളുടെ പേഴ്സണും ആ ഒരു എനർജിയിലാണ്. അവരും സ്പിരിച്വൽ അവയർനെസ് നേടിയിട്ടുണ്ട്. ആ ഒരു പാത്തിലോട്ട് അവർ മുന്നോട്ട് പോകുന്നുണ്ട്. ഈ തേർഡ് പാർട്ടി എനർജിയൊക്കെ ആ ഒരു സമയത്തോടകം തന്നെ വളരെയധികം ഡ്രെയിൻ ചെയ്ത് പോകുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ലൈഫിനെ വിശ്വസിക്കുക. നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഫോക്കസ്ഡ് ആയിട്ട് മുന്നോട്ട് പോകാനായിട്ട് ശ്രമിക്കുക എന്നുള്ളൊരു എനർജി യൂണിവേഴ്സിൽ നിന്ന് കിട്ടുന്നുണ്ട്. വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു എനർജി കാണുന്നുണ്ട് ഫ്യൂച്ചറിൽ നിങ്ങൾ ഒന്നിച്ച് ചേരുമ്പോഴേക്കും. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എല്ലാ രീതിയിലുള്ള ഏഞ്ചലിക് സപ്പോർട്ട് ഉണ്ട്. ഒരു ഡിവൈൻലി കണക്ഷനാണ്, അല്ലെങ്കിൽ പാസ്റ്റ് ലൈഫൊക്കെ കണക്ഷനുള്ള റിലേഷൻഷിപ്പാണ് ഇത് എന്ന് മനസ്സിലാക്കാം. ആൻഡ് അവർ എന്തിനും തയ്യാറായിട്ടുള്ള ഒരു എനർജിയിലാണ് ഇപ്പോഴുള്ളത്. അവരുടെ സിറ്റുവേഷൻ ചിലപ്പോൾ നിങ്ങളിൽ നിന്ന് ഒരുപാട് ഡിസ്റ്റൻസിലായിരിക്കാം, ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പ് ആയിരിക്കാം. എങ്കിലും അവർ നിങ്ങളെ നേരിട്ട് കാണാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. തടസ്സങ്ങൾക്കെല്ലാം അവർ വിട പറയുന്നത്, അതായത് എന്ത് തടസ്സങ്ങളും വന്നിരുന്നോട്ടെ അല്ലെങ്കിൽ എന്ത് നഷ്ടങ്ങളും അവർക്ക് സംഭവിച്ചോട്ടെ, അതൊന്നും അവർ കെയർ ചെയ്യുന്നില്ല. നിങ്ങളിലേക്ക് തിരിച്ചു വരണം എന്നുള്ളൊരു ചിന്ത മാത്രമാണ് അവർക്കുള്ളിലുള്ളത്. ആൻഡ് അവർക്ക് ഒരുപാട് ആങ്ഷ്യസ് ആവുന്നത് അവർ ഇത്രയും ശ്രമിച്ച് നിങ്ങളുടെ അരികിൽ എത്തുമ്പോഴേക്കും നിങ്ങളെ അവർക്ക് നഷ്ടപ്പെട്ടു പോകുമോ എന്ന് അവർ ചിന്തിക്കുന്നുണ്ട്. ഓക്കെ, അവർ ഒരു അഡ്വൈസിനായിട്ട് പലരോടും പല കാര്യങ്ങളും ചോദിക്കുന്നുണ്ട്. ഈ റിലേഷൻഷിപ്പിനെ കുറിച്ച് പലരോടും അവർ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, എല്ലാവരും ആ ഒരു ട്രാൻസ്ഫോർമേഷൻ്റെ കാര്യങ്ങൾ പറയുന്നുണ്ട്. ഈ വ്യക്തി അത് മനസ്സിലാക്കുന്നുണ്ട്. തീർച്ചയായിട്ടും ഈ റിലേഷൻഷിപ്പിലൊരു വലിയ മാറ്റം ഉടനെ തന്നെ സംഭവിക്കുമെന്ന് മനസ്സിലാക്കാം. യെസ്, അതിനായിട്ടുള്ള ഏഞ്ചൽ ബ്ലെസ്സിങ്സ് നിങ്ങൾക്ക് ലഭിച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ യൂണിവേഴ്സൽ സയൻസ് ആയിട്ടുള്ള റെയിൻബോ സയൻസ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ബട്ടർഫ്ലൈ സയൻസ്, വൈറ്റ് കളറിലുള്ള ബട്ടർഫ്ലൈസിനെ റിപ്പീറ്റായിട്ട് കാണുന്നതായിരിക്കാം. ഒക്കെയും നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കാനിരിക്കുന്ന മാറ്റങ്ങളാണ്. അതൊക്കെ നിങ്ങൾക്ക് യൂണിവേഴ്സ് തരുന്ന അടയാളങ്ങളാണ്. ലൈഫിൽ ഒരുപാട് പോസിറ്റീവായിട്ടും നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ്. എങ്കിലും നിങ്ങൾ ധൈര്യം വിടാതിരിക്കുക. യൂണിവേഴ്സിൽ എല്ലാ കാര്യങ്ങളും കൊടുക്കുക, സറണ്ടർ ചെയ്യുക. നിങ്ങൾക്ക് എന്ത് സങ്കടം ഉണ്ടെങ്കിലും എന്ത് മാനസികമായിട്ടുള്ള സ്ട്രഗിൾസ് ഉണ്ടെങ്കിലും അതെല്ലാം തന്നെ യൂണിവേഴ്സിൽ സറണ്ടർ ചെയ്ത് കൊടുക്കുക. ഐ എം സറണ്ടറിങ് ഓൾ മൈ വറീസ് ആൻഡ് സ്ട്രഗിൾസ് ഇൻ ടു ദ ഹാൻഡ്സ് ഓഫ് ദ ഡിവൈൻ എന്ന് നിങ്ങൾ എപ്പോഴും പറയാൻ ശ്രമിക്കുക. ഏർലി മോർണിംഗിൽ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ മനസ്സിലുള്ള എല്ലാ സമ്മർദ്ദങ്ങളും ഇല്ലാണ്ടാവുന്നതാണ്. ആ ഒരു സമയം എന്ന് പറയുന്നത് വളരെ പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു സമയമാണ്. നമ്മുടെ മനസ്സ് വളരെയധികം ശാന്തമായിട്ടിരിക്കുന്ന ഒരു സമയം കൂടിയാണ്. അതുകൊണ്ട് തന്നെയാണ് എപ്പോഴും ഞാൻ പറയുന്നത് ഏർലി മോർണിംഗിൽ, അല്ലെങ്കിൽ നിങ്ങൾ എണീറ്റ ഉടനെ ആ ഒരു മൊമെൻറ്റിൽ തന്നെയും ബെഡിൽ ഇരുന്നുകൊണ്ട് തന്നെയും ഇത്തരം അഫർമേഷൻസ് പറയാൻ ശ്രമിക്കുക. നിങ്ങളുടെ ലൈഫിൽ ഒരുപാട് തരത്തിലുള്ള മാറ്റങ്ങൾ സംഭവിക്കും. നെഗറ്റീവായിട്ടുള്ള ഒരു തോട്ട്സും ആ ഒരു സമയത്ത് മനസ്സിൽ കൊണ്ടുവരാതിരിക്കുക. ഓക്കെ, ഒരു കാര്യങ്ങളും നിങ്ങളതിൻ്റെ രണ്ട് വശങ്ങളും ചിന്തിച്ചു കൊണ്ടിരിക്കരുത്. എപ്പോഴും അതിൻ്റെ പോസിറ്റീവ് സൈഡ് മാത്രം ചിന്തിക്കാനായിട്ട് ശ്രമിക്കുക. എല്ലാ കാര്യങ്ങളിലും പോസിറ്റിവിറ്റി കണ്ടെത്താൻ ശ്രമിക്കുക. ഓക്കെ, നിങ്ങൾക്കിപ്പോൾ ഓൾറെഡി ഭയങ്കരമായിട്ടുള്ള ആങ്സൈറ്റി ഉണ്ടാവുന്നുണ്ട്, അല്ലെങ്കിൽ ഫ്യൂച്ചറിനെ ഓർത്ത് നിങ്ങൾ ഒരുപാട് സങ്കടപ്പെടുന്നുണ്ട്, ഓവർ ആങ്ഷ്യസ് ആവുന്നുണ്ട്. അതിൻ്റെ യാതൊരു ആവശ്യവുമില്ല. ലൈഫ് എന്ന് പറയുന്നത് ഒരിക്കലും നമ്മുടെ ഒരു കൺട്രോളിലല്ല എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. സാഹചര്യങ്ങളൊക്കെയും മാറി തിരിഞ്ഞ് വന്നുകൊണ്ടേ ഇരിക്കും. അതുകൊണ്ട് നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈഫിലേക്ക് പോസിറ്റീവായിട്ടുള്ള എനർജീസ് അട്രാക്റ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇപ്പോൾ നിങ്ങളൊരു റീഡിങ്, ഇപ്പോൾ ഈ ഒരു റീഡിംഗ് അല്ല മറ്റേതൊരു ചാനലിലെ റീഡിങ് കാണുന്നുണ്ടെങ്കിലും അവിടെ നിങ്ങൾ കേൾക്കുന്ന സമയത്തുള്ള പോസിറ്റീവായിട്ടുള്ള എനർജീസ് മാത്രം അട്രാക്റ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഒരുപാട് കാര്യങ്ങൾ പോസിറ്റീവ് പറയുന്നതിനിടയ്ക്കും ഒരു ചെറിയ കാര്യം നെഗറ്റീവ് പറഞ്ഞു കഴിഞ്ഞാൽ പലരും ആ നെഗറ്റീവ് കാര്യം മാത്രം ഓർത്തെടുത്ത് അങ്ങനെ സംഭവിക്കുമോ അല്ലെങ്കിൽ അങ്ങനെ ഒരു ബുദ്ധിമുട്ട് ഉണ്ടാകുമോ എന്ന് ചിന്തിച്ച് ആ ഒരു നെഗറ്റിവിറ്റി അട്രാക്റ്റ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് എല്ലാവരും പോസിറ്റീവ് എനർജി അട്രാക്റ്റ് ചെയ്യണമെന്ന് പറയുന്നത്. നെഗറ്റീവ് കാര്യങ്ങൾ നിങ്ങൾ കേട്ടാലും നിങ്ങൾ പോസിറ്റീവ് കാര്യങ്ങളിലുള്ള ആ ഒരു പോസിബിലിറ്റീസ് മാത്രം ചൂസ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ചെറിയ റീഡിംഗ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. ജനറൽ റീഡിംഗ് ആണ്, അതുകൊണ്ട് എല്ലാ പേർക്കും ഒരുപോലെ ഒന്നും റെസനേറ്റ് ആവുന്നില്ല. നിങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ
പറ്റുന്ന കാര്യങ്ങളാണെങ്കിൽ മാത്രം അക്സെപ്റ്റ് ചെയ്യുക, അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കുക. റീഡിങ് ഇഷ്ടമായെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യുക. ഇനി നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോയിലൂടെ വീണ്ടും കാണാം. അതുവരെയും ബൈ ബൈ.